വില്ലേജ് ഇൻവെസ്റ്റർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് ഷെയർ മാർക്കറ്റ് എന്ന വീഡിയോ സീരീസിൽ പുതിയ വീഡിയോ നമ്മളൊന്ന് ഒന്നിച്ച് പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, എങ്ങനെ നമുക്കത് നോക്കാം, എങ്ങനെ അനലൈസ് ചെയ്യാം എന്നതിനെക്കുറിച്ചും അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുമാണ് ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ബൈബാക്ക്, റൈറ്റ് ഇഷ്യൂ, പി റേഷ്യോ, EPS എന്ന ROC, ROE എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള കണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ റിസൾട്ട് ക്വാർട്ടർലി ആണ് പബ്ലിഷ് ചെയ്യുക. ക്വാർട്ടർലി പിന്നെ ആനുവൽ റിസൾട്ട് വരും. അപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ എത്ര രൂപ ആ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടി, എത്ര രൂപ ലോസായി, ആ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആനുവലി ബേസ് ചെയ്തിട്ടോ മൊത്തം കമ്പനിക്ക് പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ് എന്നതിനെക്കുറിച്ചാണ് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള സമ്മറി ആയിട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ പ്രോഫിറ്റ് ആകുമ്പോൾ എന്താ ചെറിയ വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർഷത്തിൽ ആനുവൽ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിൽ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റും ലോസുമാണ് നമ്മൾ കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റിൽ ആകുമ്പോൾ ലൈബിലിറ്റീസ്, മൊത്തം ലൈബിലിറ്റിയും ആ കമ്പനിയിൽ എത്ര ബാധ്യതകളുണ്ടെന്നും മൊത്തം എത്ര അസറ്റ് കമ്പനിക്കുണ്ട് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിൽ വരിക. പക്ഷേ അതേസമയം പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ടിൽ കമ്പനിയുടെ ആ ക്വാർട്ടർലി ബേസ് ചെയ്തോ ആനുവൽ ബേസ് ചെയ്തിട്ടോ എത്ര പ്രോഫിറ്റ് നേടി, എത്ര ലോസ് സംഭവിച്ചു എന്നതിനെക്കുറിച്ചാണ്. സാധാരണഗതിയിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് വന്നിട്ട് സ്റ്റാൻഡ് ലോണും മറ്റൊന്ന് കൺസോളിഡേറ്റഡ് ഫിഗറുമാണ്. എന്താണ് ഈ സ്റ്റാൻഡ് ലോൺ ഫിഗറും എന്താണ് കൺസോളിഡേറ്റഡ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി എടുക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ LNT എടുക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് LNT എന്ന കമ്പനിയിലുള്ള ബിസിനസ്, അതായത് അതിൻ്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ലോസ് ഉണ്ടാവും. അത് കൂടാതെ കമ്പനിയുടെ സബ്സിഡറീസ് കുറേ ഉണ്ടാവും. ഈ സബ്സിഡറീസ് LNTക്ക് ഒരുപാട് സബ്സിഡറീസ് ഉണ്ട്. അതുകൂടാതെ ജോയിൻറ്റ് വെഞ്ചർ, അഥവാ ജോയിൻറ്റ് വെഞ്ചർ ഉദ്ദേശിക്കുന്നത് വേറെ കമ്പനി ടൈപ്പ് ആയിട്ട് ചെയ്യുന്ന ബിസിനസ് ഉണ്ടാവും. അപ്പോൾ ഈ സബ്സിഡറീസിൻ്റെയും ജോയിൻറ്റ് വെഞ്ചറിൻ്റെയും കമ്പനിയുടെ LNTയുടെയും പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് ഒന്നിച്ചുള്ള വരുന്നതിനെയാണ് കൺസോളിഡേറ്റ് ഫിഗർ എന്ന് പറയുന്നത്. അതേസമയം LNT എന്ന കമ്പനിയിൽ മാത്രമായിട്ട് പ്രോഫിറ്റും ലോസും ഉള്ളതിനെയാണ് സ്റ്റാൻഡ് ലോൺ ഫിഗർ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കണം. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതർ ഇൻകം. മിക്ക കമ്പനി അതർ ഇൻകം ഉണ്ടാവും. ഈ അതർ ഇൻകം എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലാതെ, കമ്പനിക്ക് കമ്പനി ചെയ്യുന്ന ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലാതെ മറ്റേ അതർ സോഴ്സിലൂടെ കിട്ടുന്ന ഇൻകമാണ് അതർ ഇൻകത്തിൽ വരിക. അതേസമയം അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പനിക്ക് വേറെ എന്തെങ്കിലും അതർ സോഴ്സ് എന്തെങ്കിലും ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ ഇൻട്രസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടി, ലാൻഡോ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ അത് സെല്ല് ചെയ്താൽ അതിൽ കിട്ടുന്ന പ്രോഫിറ്റൊക്കെ അതർ ഇൻകമിലാണ് വരുന്നത്. എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ അതർ ഇൻകം നോക്കണം. പക്ഷേ അത് എല്ലാ ക്വാർട്ടറിലും നമുക്ക് എല്ലാ റിസൾട്ടിലും ഈ അതർ ഇൻകം, ഈ ഒരു ലാൻഡ് വിറ്റത് എല്ലാ റിസൾട്ടിനും വരില്ല, ആ ഒരു റിസൾട്ടിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് ബേസ് ചെയ്തിട്ട് വേണം, അതിന് ഗ്രോത്ത് നോക്കിയിട്ട് വേണം കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഉദാഹരണമായി നമുക്ക് ITCൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ITCൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വാർട്ടർലി, നമുക്ക് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്വാർട്ടർലി ആയിരിക്കും അല്ലെങ്കിൽ ഇയർലി ആയിരിക്കും. നമുക്ക് ഇയർലി എടുക്കാം. ഇതിൽ നമ്മൾ വ്യൂ ചെയ്യുന്ന കൺസോളിഡേറ്റഡ് ആണ്. സ്റ്റാൻഡ് ലോൺ നോക്കുന്നില്ല, കൺസോളിഡേറ്റഡ് നമ്മൾ നോക്കും. ടോട്ടൽ സെയിൽസ് 70,866. ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 44,634 കോടിയാണ്. അതിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 26,233. OPM എന്ന് പെർസെൻറ്റേജ് വെച്ച് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനാണ് 37%. അതിന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അതർ ഇൻകംസ് ഉണ്ട്. അതർ ഇൻകംസ് 2,804. അതർ ഇൻകംസിൽ എക്സെപ്ഷൻ ഐറ്റംസ് 48 കോടി. അതർ ഇൻകം നോർമൽ 2,755. ഇതിൽ ഇൻട്രസ്റ്റ് പേ ചെയ്തത്, ഇൻട്രസ്റ്റ് നമ്മൾ ലോൺ എടുത്തതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന പോലെ 80 കോടിയാണ് ഇൻട്രസ്റ്റ് പേ.
കമ്പനി ഡിപ്രീസിയേഷൻ 1816. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 27,140 കോടിയാണ്. ടാക്സ് പേഴ്സൻറ്റേജ് വരുന്നത് 24%. ടൊബാക്കോ ആയതുകൊണ്ട് പേഴ്സൻറ്റേജ് കൂടുതലാണ്. 24% ടാക്സാണ് ഇതിൻ്റെ ഉള്ളത്. നെറ്റ് പ്രോഫിറ്റ് 20,751 കോടി. ഇതിൽ EPS ഈ ഇയർലി EPS 16.39. EPS ഇയർലി EPS പറഞ്ഞാൽ മാർച്ച് 2024 റിസൾട്ടിൻ്റെയാണ്. ഡിവിഡൻഡ് പേ ഔട്ട് അവർ പ്രോഫിറ്റിൻ്റെ ഈ ഡിവിഡൻഡ് പേ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ റിട്ടേൺ കിട്ടി, അവർക്ക് പ്രോഫിറ്റ് കിട്ടിയതിൻ്റെ എത്ര പേഴ്സൻറ്റേജ് അവർ ഡിവിഡൻഡായിട്ട് കൊടുത്തു എന്നാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ മാർച്ച് 2023 100%, അഥവാ 100 രൂപ പ്രോഫിറ്റ് കിട്ടിയ 100 രൂപയും ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2024 അവർ 84% ഡിവിഡൻഡ് പേ ആണ്. ആദ്യകാലത്ത് 54%, 2014 മാർച്ചിലൊക്കെ ITC 54%, 52% ആയിരുന്നു ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്തത്. പിന്നീട് അവർ അത് 82%, 100%, 93%, 100, കഴിഞ്ഞ വർഷം 84% പേ ഔട്ട് ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാൻഡ് അലോണും ഉണ്ട്, കൺസോളിഡേറ്റഡ്. നമ്മൾ ഈ കൺസോളിഡേറ്റാണ് ഇപ്പോൾ നോക്കിയത്. ഈ കൺസോളിഡേറ്റും സ്റ്റാൻഡിനും തമ്മിലുള്ള വ്യത്യാസം, ഇപ്പോൾ ITC സംബന്ധിച്ചോളം ചില എല്ലാ കമ്പനികളിൽ നമ്മൾ ഈ സ്റ്റാൻഡ് ലോണും കൺസോളിഡേഷൻ എന്താ പറഞ്ഞാൽ, സ്റ്റാൻഡ് ലോൺ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ലോണിൽ നമുക്ക് പ്രോഫിറ്റ് വന്നിട്ട് 24,458. പക്ഷേ അത് കൺസോളിഡേറ്റഡ് 26,233. ഈ സ്റ്റാൻഡ് ലോൺ പറഞ്ഞു കഴിഞ്ഞാൽ ITC കമ്പനി മാത്രമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈ കൺസോളിഡേറ്റഡ് പറയുമ്പോൾ ITC കമ്പനിയും, ITC ആകുമ്പോൾ ITC കമ്പനി പ്ലസ് ITCൻ്റെ സബ്സിഡറി കമ്പനീസ്, അതുകൂടാണ്ട് ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് കൺസോളിഡേഷൻ. സ്റ്റാൻഡ് ലോൺ പറയുമ്പോൾ ITCൻ്റെ മാത്രം ആയിരിക്കും അതിൽ റിസൾട്ടിലുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കൺസോളിഡേറ്റാണ് നോക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയാണ് നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി മനസ്സിലാക്കുന്നത്. ഇതിൽ നമ്മൾ EPS ഇതിലിപ്പോൾ കാണിക്കുന്നത് ക്വാർട്ടർലി റിസൾട്ടിനെയാണ് നമ്മൾ നോക്കിയത്. പ്രോഫിറ്റ് ആൻഡ് ലോസൊക്കെ ഇയർലിയാണ് നമ്മൾ നോക്കിയ. ഇയർലിയിൽ സെയിൽസ് 70,856. സ്റ്റാൻഡ് ലോൺ നോക്കുമ്പോൾ കുറവായിരിക്കും, 65,44. കൺസോളിഡേഷനിൽ 70,866. പ്രോഫിറ്റ് അതുപോലെ വേരിയേഷൻ ഉണ്ടാവും. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അവസാനമായി താങ്ക് യു ഫോർ വാച്ചിങ്.